പരുന്തിൻ്റെ സ്വഭാവവും കഴുകന്മാരുടെ സ്വഭാവമുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ വളരെ സൂക്ഷിക്കണം. അതായത് നമ്മളോട് അടുത്ത് നിന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് റാഞ്ചുന്ന പരിപാടിയുണ്ട്. അത് പല കാര്യങ്ങളും റാഞ്ചും. അധികാരങ്ങൾ റാഞ്ചിയെടുക്കും, പണം റാഞ്ചിയെടുക്കും, പൊസിഷൻ റാഞ്ചിയെടുക്കും, ഈ സ്വത്ത് റാഞ്ചിയെടുക്കും, എല്ലാം എടുക്കും. അതുകൊണ്ട് ഈ അടുത്ത് കൂടുന്നവരെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. അവർ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ പെരുമാറും എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ അടുത്ത് പെരുമാറുന്നത് വളരെ വ്യത്യസ്തമായിട്ടായിരിക്കും. അതാണ് അയാളെന്ന് നമ്മൾ വിശ്വസിക്കണം. അയാൾ മറ്റുള്ള വേറെ പലരുടെ അടുത്തും പെരുമാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അസസ് ചെയ്ത് ഇരിക്കും. നമ്മുടെ BJP കാര്യം തന്നെയാണ്. 2014 പാർലമെന്റ് ഇലക്ഷൻ നടന്നപ്പോൾ മോദിയായിരുന്നു BJP നയിച്ചത്. BJPയുടെ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വരുന്നതിനിപ്പുറം റിസൾട്ട് കൗണ്ടിങ് തുടങ്ങിക്കൊണ്ടിരുന്നപ്പോൾ BJP ലീഡ് ചെയ്തുകൊണ്ട് ചിലയിടത്ത് ലീഡ് താഴും. അപ്പോൾ പത്രപ്രവർത്തകരെല്ലാം എല്ലാ നേതാക്കന്മാരുടെ അടുത്ത് പോയിട്ട് ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ LK അഡ്വാനിയുടെ അടുത്ത് ചോദിച്ചു, BJP അധികാരത്തിൽ വരികയാണെങ്കിൽ അല്ലെ മജോറിറ്റി മാക്സിമം സീറ്റ് കിട്ടും, മജോറിറ്റി കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അഡ്വാനി വളരെ കോൺഫിഡൻസിൽ പറഞ്ഞു, റിസൾട്ട് വരട്ടെ, അന്നേരം നോക്കാം. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ BJPക്ക് തനിച്ച് മജോറിറ്റി കിട്ടി. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ദുഃഖിപ്പിച്ചത് ആരെയാണെന്നറിയോ? LK അഡ്വാനിയായിരുന്നു. കാരണം BJPക്ക് മജോറിറ്റി ഇല്ലെങ്കിൽ സഖ്യകക്ഷികളുടെ സപ്പോർട്ട് വേണം. സഖ്യകക്ഷികൾ മോഡറേറ്റ് ആയിട്ടുള്ള അഡ്വാനിയെ ചൂസ് ചെയ്യുള്ളൂ, ഹാർഡ് ലൈനറായ നരേന്ദ്രമോദിയേക്കാൾ. അത് അഡ്വാനിക്ക് അറിയാമായിരുന്നു. മജോറിറ്റി ഇല്ലാതെ ഘടകകക്ഷികളുടെ സപ്പോർട്ടോടു കൂടി ഭരിക്കേണ്ടി വരികയാണെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്ഥാനം എനിക്ക് കിട്ടുമെന്ന് അഡ്വാനി വിശ്വസിച്ചു. റിസൾട്ട് വന്നപ്പോൾ മജോറിറ്റി BJPക്ക് തനിച്ച് കിട്ടിയപ്പം പിന്നെ അഡ്വാനിയെ കണ്ടിട്ടേ ഇല്ല. പാവത്തിൻ്റെ മുഖം കാണണമായിരുന്നു, ശരീരഭാഷയൊക്കെ. ഇത്രയും ദുഃഖിതനായിട്ട് ഞാനത് കണ്ടിട്ടില്ല ഒരു ഫോട്ടോ. ജീവിതത്തിൽ വിഡ്ഢിത്തരം ചെയ്യാത്തവർ ആരുമില്ല. പുരാതന കാലം മുതലേ ഏത് ചരിത്രം എടുത്ത് നോക്കിയാലും പ്രസിഡന്റുമാരും രാജാക്കന്മാരും ഭരണാധികാരികളും മന്ത്രിമാരും എല്ലാവരും ജീവിതത്തിൽ വളരെ നല്ല ഡിസിഷൻ എപ്പോഴും എടുക്കും. പക്ഷെ എപ്പോഴെങ്കിലും ഒരു വിഡ്ഢിത്തരം അല്ലെ വിഡ്ഢിയായ ഡിസിഷൻ അല്ലെ മണ്ടത്തരം ചെയ്തിരിക്കും. ആ മണ്ടത്തരം അവരുടെ ട്രാജക്ടറി, അവരുടെ ജീവിതത്തിൻ്റെ വഴിത്താരി ഭയങ്കര മാറ്റമായിരിക്കും. അത് നേരെ പോകുന്ന വഴി നേരെ മാറിപ്പോവും മോശത്തിലേക്ക്. നല്ലതിലേക്കാണെങ്കിൽ അത് നല്ല തീരുമാനം നമുക്ക് പറയാം. അത് നെപ്പോളിയൻ്റെ കാലത്തായാലും അതെ, ഹിറ്റ്ലറിൻ്റെ ആയാലും അതെ, സദ്ദാം ഹുസൈൻ്റെ കാര്യത്തിലായാലും അതെ, ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിലായാലും അതെ, നമ്മുടെ കെ കരുണാകരൻ്റെ കാര്യത്തിലായാലും അതെ. കെ കരുണാകരൻ DIC എന്നും പറഞ്ഞ് ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്നും പറഞ്ഞൊരു പാർട്ടി ഉണ്ടാക്കി കോൺഗ്രസിൽ നിന്ന് മാറിപ്പോയി. അതോടുകൂടി അയാളുടെ പതനവുമായി. പിന്നെ തിരിച്ചു വന്നു, അത് വേറെ കാര്യം. പക്ഷെ ആ ആദ്യം ഉണ്ടായിരുന്ന വെയിറ്റേജ്. അതേപോലെ നമ്മുടെ 2001 തൊട്ട് 2004 വരെ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു AK ആന്റണി. AK ആന്റണി ഒരു മണ്ടത്തരം കാണിച്ചു. അടിയന്തരാവസ്ഥ പിൻവലിച്ചു കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിയോടുള്ള പ്രതിഷേധമായിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജി. അതും അയാൾക്ക് തോന്നി പിന്നീട് അത് മണ്ടത്തരമായി. എന്നിട്ട് കോൺഗ്രസിൽ നിന്ന് വേറെ മാറി കോൺഗ്രസ് എന്നാക്കി ഒരു പാർട്ടി ഉണ്ടായി. പിന്നെയും തിരിച്ച് കോൺഗ്രസിലോട്ട് വന്നു. അപ്പോൾ 2001 തൊട്ട് 2004 വരെ, അത് കഴിഞ്ഞ് 2004 തൊട്ട് 2006 വരെ ഉമ്മൻചാണ്ടിയായിരുന്നു. ഈ 2001 തൊട്ട് 2006 വരെയുള്ള കാലയളവിൽ നമ്മുടെ ശ്രീമാൻ VS അച്യുതാനന്ദൻ ഭയങ്കരമായ ഇടപെടലാണ് ഒപ്പോസിഷൻ, പ്രതിപക്ഷ പാർട്ടി നേതാവ് എന്ന നിലയിൽ കേരളത്തിൽ എടുത്തത്. എല്ലാ ജനകീയ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ടു. ജനങ്ങൾക്ക് വേണ്ടി അവരുടേതായ, അവരുടെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിഷയങ്ങളിലാണ് പുള്ളിക്കാരൻ ഇടപെട്ടത്. ആ പുള്ളിക്കാരൻ്റെ ഇടപെടൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ളതാണെന്ന് ജനങ്ങൾക്ക് പൊതുവെ തോന്നി. അങ്ങനെ ജനങ്ങൾ ആഗ്രഹിച്ചു, ഇനി അടുത്ത മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ആകുകയാണെങ്കിൽ എത്ര നല്ലതായിരിക്കും. അപ്പോൾ VS അച്യുതാനന്ദൻ LDFന് മജോറിറ്റി കിട്ടിയാൽ മുഖ്യമന്ത്രിയായിട്ട് ജനങ്ങൾക്ക് വേണമെന്ന് തോന്നിയത് കൊണ്ട് അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ ഇയാൾക്ക് മത്സരിക്കാൻ സീറ്റേ കൊടുത്തില്ല. അത് ഭയങ്കര ഒരു പ്രതിഷേധമാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാക്കി, ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടി.
CPM തന്നെയല്ല, കോൺഗ്രസ്സിലുള്ളവർക്കും അല്ലാത്തവർക്കും ബി ജെ പിയിലാണ് എല്ലാ പാർട്ടിക്കാരുടെയും സാധാരണ ജനങ്ങളിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു. അച്യുതാനന്ദൻ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം വേണ്ട എന്നുള്ളൊരു മട്ടിലായി. ഒടുവിൽ അങ്ങനെയാണ് അച്യുതാനന്ദന് സീറ്റ് കൊടുക്കുകയും അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. ഈ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം അതുവരെ ഒരു മുഖ്യമന്ത്രിമാർക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ പല കാര്യങ്ങളിൽ ഇടപെട്ടു. നല്ല ഭരണം ആയിരുന്നു സ്വതവേ. അതുകൊണ്ട് 2011 CPM ജയിച്ചാൽ VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാകണം, ഒരു നാച്ചുറൽ പ്രോഗ്രസീവ് കോഴ്സ്. അപ്പോൾ അന്ന് എന്ത് ചെയ്തു? CPM ഭരണം വേണ്ട എന്നുള്ള രീതിയിൽ തോൽക്കാനുള്ള എല്ലാ വഴികളും നോക്കിയിട്ടാണ് പിണറായി വിജയൻ എന്ന പാർട്ടിയെ നയിച്ചത്. അങ്ങനെയാണ് ഉമ്മൻചാണ്ടി 2011 വന്നത്. 2016 ആയപ്പോഴത്തേനും ഉമ്മൻചാണ്ടിയുടെ ജനകീയ സമ്പർക്കവും മറ്റതും കാരണം കോൺഗ്രസിലാകെ വെപ്രാളമായി. ഈ ഉമ്മൻചാണ്ടി ഇങ്ങനെ പോയാൽ അടുത്ത തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് UDF അധികാരത്തിൽ വരികയും മുഖ്യമന്ത്രി സ്ഥാനം ഉമ്മൻചാണ്ടി തന്നെ നിലനിർത്തുകയും ചെയ്യും. അപ്പോൾ ഉമ്മൻചാണ്ടി എങ്ങനെ നാറ്റിച്ച് മാറ്റാമെന്നുള്ളതായി കോൺഗ്രസിൽ തന്നെയുള്ള എല്ലാവരുടെയും വിചാരം. അങ്ങനെയാണ് സോളാർ കേസും സരിതാ നായരെയും ഒക്കെ കോൺഗ്രസിലുള്ളവർ തന്നെ പിണറായി വിജയനും അതിനെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇളക്കി വിട്ട് പല വീഡിയോകളും ഉണ്ടാക്കി, എവിടെയെങ്കിലും പോയി ഒരാളെ കണ്ടാൽ അതിൻ്റെ വീഡിയോ ഉണ്ടാക്കും. എന്നിട്ട് അവിടെ പോയി കണ്ടു, അതിൻ്റെ ഉള്ളിൽ പിന്നെ നടന്നത് വീഡിയോ ഇല്ലെങ്കിലും പറയും എന്നെ അവിടെ ബലാത്സംഗം ചെയ്തു, മറ്റു ചെയ്തു, മറിച്ച് ചെയ്തു. അങ്ങനെ ഉമ്മൻചാണ്ടി നാറ്റിച്ചെങ്കിലും ഭരണം നല്ലതായതുകൊണ്ട് UDF വരും എന്നുള്ള 100% വിശ്വാസത്തിലായിരുന്നു ഈ ഉമ്മൻചാണ്ടി നാറ്റിച്ചവരൊക്കെ ഇരുന്ന് കോൺഗ്രസ്സിലെ. കുപ്പായവും തയ്പ്പിച്ചിരുന്നു, മുഖ്യമന്ത്രി കുപ്പായം. അപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്തു? പിണറായി വിജയൻ അച്യുതാനന്ദനെ ഇറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണം. 90 വയസ്സ് കഴിഞ്ഞ് അച്യുതാനന്ദൻ ഒരു വിഡ്ഢിയെ പോലെ ഇലക്ഷൻ പ്രചരണത്തിന് കേരളം ഒട്ടുക്ക് അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തു. അപ്പം ജനങ്ങൾ എന്ത് വിശ്വസിച്ചു? VS അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രിയാവുമെന്നു. അതുകൊണ്ടാണ് അന്ന് CPM 2016 മജോറിറ്റി കിട്ടിയത്. ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അച്യുതാനന്ദൻ 90 കഴിഞ്ഞുള്ള മാനദണ്ഡത്തിൽ അങ്ങോട്ട് മാറ്റിവെച്ചു സെൻട്രൽ സെക്രട്ടേറിയറ്റ്. ഇവിടെയാണ് അച്യുതാനന്ദൻ കാണിച്ച മണ്ടത്തരം, വിട്ടിത്തരം. ഈ 90 കഴിഞ്ഞപ്പോൾ പ്രചാരണത്തിന് പോകാനുള്ള ആരോഗ്യസ്ഥിതി ഇല്ലെന്നും പറഞ്ഞങ്ങ് മാറി നിന്നാൽ മതിയായിരുന്നു. ആ മണ്ടത്തരമായിട്ട് മണ്ടൻ വിചാരിച്ച് എന്നെ ഇനി മുഖ്യമന്ത്രിയാക്കും. അതാണ് പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞ വിഡ്ഢിത്തരം. അത് നല്ല കഴുകനെ പോലെ ചുറ്റിപ്പറ്റി പറന്ന് നടന്ന് പിണറായി വിജയൻ അതങ്ങ് റാഞ്ചിക്കൊണ്ടുപോയി. ഈ 2016 VS അച്യുതാനന്ദൻ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ലെങ്കിൽ പിണറായി വിജയൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകുകയില്ലായിരുന്നു. അതാ ഞാൻ പറഞ്ഞ എല്ലാ ഭരണാധികാരികളും എല്ലാ മനുഷ്യർക്കും ചില വിഡ്ഢിത്തരങ്ങൾ പറ്റും. അത് അവരുടെ ജീവിത കോഴ്സിനെ, ജീവിത പാതയെ മാറ്റിമറിക്കും.